ഗാർഹിക സ്ത്രീധന പീഡനങ്ങളുടെ നാടായി കേരളം മാറുന്നുവെന്ന ആശങ്കപ്പെടുത്തുന്ന വാർത്തകളാണ് ഓരോ ദിനവും പുറത്തു വരുന്നത്. സഹികെട്ട് ജീവൻ അവസാനിപ്പിച്ച യുവതികളുടെ കണ്ണീർ കടൽ സമീപകാല കേരളത്തിൽ യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നു. കേരളത്തിന് പുറത്തു ജീവിക്കുന്ന മലയാളികൾക്കിടയിൽ അവർക്കിടയിൽ നിന്ന് അടക്കം കണ്ണില്ലാത്ത ക്രൂരതയുടെ വെളിപ്പെടുത്തലുകൾ അനുദിനം ആവർത്തിക്കപ്പെടുന്നു. വൻതുകയും ഇട്ടുമൂടാനുള്ള സ്വർണവും കൈക്കലാക്കിയ ശേഷമാണ് ഭർത്താവിനാലും ഭർത്തൃ വീട്ടുകാരാലും ഓരോ ദിവസവും ഇവർ ഉപദ്രവിക്കപ്പെടുന്നത്. സ്ത്രീധനം എന്ന വൻ വിപത്തിനെ തിരിച്ചറിഞ്ഞ് സ്ത്രീ തന്നെ ധനം എന്ന് ഏറെക്കാലം മുമ്പ് പറഞ്ഞ കേരളം തിരികെ നടക്കുകയാണോ? സംസ്ഥാനത്ത് ഗാർഹിക പീഡന കേസുകൾ വർദ്ധിക്കുകയാണ്. 2025 ജനുവരി 1 മുതൽ ജൂലൈ 25 വരെ വനിതാ കമ്മീഷൻ രജിസ്റ്റർ ചെയ്തത് 67 കേസുകളാണ്. കേസുകൾ കൂടുതൽ തെക്കൻ ജില്ലകളിലാണ്. തിരുവനന്തപുരത്ത് മാത്രം 23 കേസുകളുണ്ട്. കൊല്ലത്തും എറണാകുളത്തും 9 കേസുകൾ വീതമാണ്. കോഴിക്കോട് 7 കേസും. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2024 രജിസ്റ്റർ ചെയ്ത 4515 ഗാർഹിക പീഡന കേസുകളുണ്ട്. 2025 മെയ് മാസം വരെ പോലീസ് രജിസ്റ്റർ ചെയ്തത് 1828 കേസുകളാണ്. സ്ത്രീധന പീഡനത്തെ തുടർന്ന് 10 വർഷത്തിനിടെ 106 മരണമുണ്ടായിട്ടുണ്ട്. 2025 ജനുവരി മുതൽ ഈ വർഷം ജൂൺ വരെ 4 സ്ത്രീധന പീഡന മരണങ്ങൾ നടന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിലെ ഇര ഫസീലയാണ്. ഗാർഹിക പീഡനത്തിന് ഇരയായ കൊടുങ്ങല്ലൂർ പതിയാശ്ശേരി സ്വദേശിനി ഫസീല ജീവനൊടുക്കുകയായിരുന്നു. 1.5 മാസം ഗർഭിണിയായ യുവതിക്ക് നേരിടേണ്ടി വന്നത് കൊടിയ പീഡനമാണ്. ഭർത്താവ് നൌഫലും മാതാവും സ്ത്രീധനം ചോദിച്ചു മുമ്പും ഉപദ്രവിച്ചിട്ടുണ്ട് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഫസീലയുടെ ഭർത്താവ് നൌഷാദും മാതാവ് റംലത്തും അറസ്റ്റിലായിട്ടുണ്ട്. അതുല്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജൂലൈ 19 പുലർച്ചെ ഷാർജ റോളയിലെ ഫ്ളാറ്റിലാണ്. അതുല്യ കൊല്ലം തേവലക്കര കോയിവിള സ്വദേശിനിയായിരുന്നു. ഭർത്താവ് സതീഷ് ശാസ്താംകോട്ട സ്വദേശിയാണ്. വിവാഹം നടന്നത് 2014. 43 പവൻ സ്വർണവും ബൈക്കും സ്ത്രീധനമായി നൽകി. ഭർത്താവ് സതീഷിൽ നിന്ന് അതുല്യ നേരിട്ടത് ക്രൂരമായ പീഡനമായിരുന്നു. ശാരീരിക മാനസിക പീഡനം ഭർത്താവിൽ നിന്ന് നേരിട്ടിട്ടുണ്ട്. ഒപ്പം വിഭജികയും വൈഭവിയും ഒക്കെ ഈ പട്ടികയിൽ പെടുന്നു. ജൂലൈ 8 കൊല്ലം കേരളപുരം സ്വദേശിനി വിഭജികയെയും മകളെയും ഷാർജയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. ഭർത്താവ് നിതീഷിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും വിഭജിക ഏൽക്കേണ്ടി വന്നത് ഹീനപീഡനമായിരുന്നു എന്നാണ് വിഭജികയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. നിതീഷ്, സഹോദരി നീതു, അച്ഛൻ മോഹനൻ എന്നിവരുടെ ക്രൂരതകൾ, വിഭജികയുടെ മരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും എന്ന നിലയ്ക്ക് ആയിട്ടുണ്ട് ഇപ്പോൾ കാര്യങ്ങൾ. ഭർത്താവ് അടക്കം 4 പേർക്ക് എതിരെ കേസെടുക്കുകയും ചെയ്തു. കണ്ണൂർ വയലപ്ര സ്വദേശി റീമ 3 വയസ്സുള്ള മകനുമായി പുഴയിൽ ചാടി മരിച്ചത് ജൂലൈ 20 ആത്മഹത്യ ഭർത്തൃമാതാവിൻ്റെയും ഭർത്താവിൻ്റെയും മാനസിക പീഡനം താങ്ങാൻ കഴിയാതെയാണ്. സംഭവത്തിന് 2 ദിവസം മുമ്പ് റീമയെ ഭർത്താവ് ഭീഷണിപ്പെടുത്തിയെന്ന് ബന്ധുക്കൾ പറയുന്നു. ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടെന്നും മരിക്കാൻ പറഞ്ഞെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നുണ്ട്. മനീഷ്, ഇത് ഒരു പരിഷ്കൃത സമൂഹം എന്ന നിലയ്ക്കും കേരളം പല കാര്യങ്ങളിലും നമ്പർ 1 എന്ന നിലയ്ക്കുമൊക്കെ ഇങ്ങനെ അഭിമാനിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഇങ്ങനെ ആവർത്തിച്ചുള്ള സ്ത്രീധന പീഡന മരണങ്ങൾ, ഗാർഹിക പീഡന മരണങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആത്മഹത്യകൾ സംഭവിക്കുന്നത്, കൊലപാതകങ്ങൾ തന്നെ സംഭവിക്കുന്നത്. ഒരു ജനത എന്ന നിലയിൽ ലജ്ജിച്ച് തല താഴ്ത്തേണ്ട അവസ്ഥയിലേക്ക് മലയാളി മാറിയിട്ടുണ്ടല്ലേ? നിശ്ചയമായിട്ടും ഇപ്പം നമ്മളിപ്പോൾ വായിച്ചു പോയിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ അങ്ങേയറ്റം ഹൃദയവേദന ഉണ്ടാക്കുന്നതാണ്. 20കളിലൊക്കെ നിൽക്കുന്ന 22, 23, 24 വയസ്സൊക്കെയുള്ള പെൺകുട്ടികളാണ് അവരുടെ കുഞ്ഞുങ്ങളെയും കൊണ്ടുപോലും ആത്മഹത്യ ചെയ്യുന്നത്. അങ്ങേയറ്റം പീഡനം. അത് പീഡനങ്ങളൊക്കെ ഇപ്പോൾ പഴയതുപോലെയല്ലോ, നമ്മൾ വായിക്കുകയോ കേൾക്കുകയല്ലോ ചെയ്യുന്നത്, നമ്മൾ ദൃശ്യങ്ങളായിട്ട് കാണുകയാണ്. അപ്പോൾ ടി വിയിലേക്ക് അല്ലെങ്കിൽ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നോക്കാൻ പറ്റാത്ത വിധം ഹൃദയവേദന ഉണ്ടാക്കുന്നതാണ് ഈ വായിച്ച ഓരോരോ കാര്യങ്ങളും. എന്നിട്ടും പക്ഷേ ആളുകൾക്കത് മനസ്സിലാകുന്നുമില്ല. ചില സംഭവങ്ങളുടെ ഭാഗമായിട്ട് മരിച്ച പെൺകുട്ടികളുടെ അമ്മയും അച്ഛനും ഒക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന ഇപ്പോൾ 10 മാസവും 10 അല്ലെങ്കിൽ 1 വയസ്സൊക്കെയുള്ള കുട്ടികളെ പറ്റി ഈ പെൺകുട്ടീനെയും കെട്ടിച്ചു വിടണ്ടല്ലേ എന്നൊക്കെയുള്ള മട്ടിലാണ് ഈ അമ്മമാർ സംസാരിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് നമ്മളൊരു സൊസൈറ്റിയുടെ ഒരു ലെയറിൽ ആളുകൾ ഈ സ്ത്രീ അവകാശങ്ങൾ, പുരുഷാധിപത്യ രാഷ്ട്രീയം, ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ മറ്റൊരു ലെയറിൽ ഇതൊന്നും ബാധിക്കാതെ പെൺകുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള ജീവിതമുണ്ടെന്നും ഇത്തരം അബ്യൂസീവായിട്ടുള്ള ജീവിതങ്ങളിൽ പെട്ടുപോയാൽ തിരിച്ചു വന്നാൽ മറ്റൊരു വിശാലമായ ലോകത്ത് ഇനി ഒരുപാട് കാലം ജീവിക്കാനുണ്ട് എന്ന ധൈര്യം കൊടുക്കുന്ന സംവിധാനങ്ങളൊന്നും ഇല്ല മറ്റൊരു ലെയറിൽ എന്ന തോന്നലുമാണ് നമുക്കുണ്ടാകുന്നത്. എനിക്ക് എപ്പോഴും ഇത് കാണുമ്പോൾ എനിക്കറിയില്ല എത്രത്തോളം ഇതിന് ഞാൻ ഈ പറയുന്നത് കൊണ്ട് പരിഹരിക്കപ്പെടുമോ ഈ കാര്യങ്ങളെന്ന്. പക്ഷേ എനിക്ക് എപ്പോഴും തോന്നുന്നത് ഈ ഫെമിനിസം അല്ലെങ്കിൽ ആളുകളുടെ ഓരോരുത്തരുടെയും അവകാശങ്ങൾ, അത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും അവകാശങ്ങൾ, എങ്ങനെയും പരസ്പര ബഹുമാനത്തോടെ ജീവിക്കണം,
ഒരു സഹജീവിയെ എങ്ങനെ പരസ്പര ബഹുമാനത്തോടെ ഒരു കുടുംബത്തിനകത്ത് ട്രീറ്റ് ചെയ്യണം, ഇതൊക്കെ വളരെ ചെറുപ്പത്തിലേ പഠിപ്പിക്കണം എന്നാണ്. സ്കൂളിലെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് പഠിപ്പിക്കണം. ഈ ജെൻഡർ റോൾസ് നമ്മൾ നേരത്തെ പഠിച്ചില്ല, ജെൻഡർ റോൾസ് എല്ലാം മാറ്റി വെച്ചിട്ട് എല്ലാവർക്കും തുല്യാവകാശമാണ് ഉള്ളത് എന്നത് പഠിപ്പിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് ഇപ്പോൾ ABCD ഒക്കെ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ക്ലോക്കിൽ എങ്ങനെ സമയം നോക്കണം, ഇതൊക്കെയാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ആദ്യം പഠിക്കുന്ന സംഗതികളുടെ കൂടെ നിങ്ങളുടെ ജെൻഡർ റോൾസ് നിഷ്കർഷിച്ച് വെച്ചിരിക്കുന്നതിനൊക്കെ അപ്പുറത്തുള്ള ഒരു പരസ്പര ബഹുമാനം നിങ്ങൾ മനുഷ്യരോട് പുലർത്തണം എന്ന് പഠിപ്പിക്കണം. അതിൽ തന്നെ അത് കൂടുതലായിട്ട് ആൺകുട്ടികളെ പഠിപ്പിക്കണം എന്നാണ് എനിക്ക് എപ്പോഴും തോന്നാറ്. ആൺകുട്ടികളെ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കണം. രണ്ടാമത്തേത്, ജീവിതം എവിടെയെങ്കിലും 10 25 വയസ്സിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ ഉടനെ തീർന്നു പോകുന്നതല്ല. അത് എങ്ങനെയെങ്കിലും അതിജീവിച്ച് തിരിച്ചു വന്നാൽ ജീവിതം വിശാലമായിട്ട് കിടക്കുകയാണ് ഈ ലോകത്ത് എന്ന് പെൺകുട്ടികളോട് പറയണം എന്നെനിക്ക് എപ്പോഴും തോന്നും. ഇതൊരു ആകുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത്തരം സംഗതികൾ, അതിൻ്റെ വിശദാംശങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഹൃദയവേദന മറികടക്കാൻ ആലോചിച്ച് നോക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെ നമ്മുടെ മനസ്സിൽ വരും. തീർച്ചയായും അത് സർക്കാർ തന്നെ ആ നിലയ്ക്കുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തണം. മാത്രമല്ല, ഇപ്പോൾ ഇത്തരം ഗാർഹിക പീഡന കേസുകളിലൊക്കെ പലപ്പോഴും അതിനെ ലഘൂകരിക്കുന്നത് പോലീസൊക്കെ തന്നെയാണ്. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ഒത്തുതീർപ്പിനുള്ള സാധ്യത എന്നതിലേക്കാണ് വളരെ പെട്ടെന്ന് പോവുക. അതിനപ്പുറം ഈ സ്ത്രീക്ക് കരുത്തു പകരുന്ന തരത്തിലുള്ള ഒരു ഇടപെടലാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. അത് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതിനൊരു പ്രത്യേക സംവിധാനം തന്നെ സർക്കാർ കണ്ടെത്തിയാൽ അതായിരിക്കും ഏറ്റവും മികച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേ ചോദ്യം തന്നെയാണ് ആവർത്തിക്കാനുള്ളത്. കേരളം തിരികെ നടക്കുകയാണോ? സ്ത്രീധനം, കൾച്ചറൽ ഡിഫറൻസുകൾ, ബന്ധങ്ങളിലെ ടോക്സിസിറ്റി, പാരമ്പര്യം മുറുകെ പിടിക്കുന്ന മാമൂലുകൾ, മാനസിക പൊരുത്തമില്ലായ്മ, ഇതൊക്കെയാകാം ഈ ദുർമരണങ്ങൾക്ക് കാരണമാവുക. ഒത്തുപോകാൻ ഒരു സാധ്യതയുമില്ലാതെ മലിനമാകുന്ന ബന്ധങ്ങൾ സഹിച്ചു തുടരാൻ പെൺമക്കളെ നിർബന്ധിക്കുന്ന സാമൂഹിക സാഹചര്യമാണ് മാറേണ്ടത്. തണുത്തുറഞ്ഞ ചേതനയേറ്റ ശരീരമായി പെൺമക്കൾ തിരികെ വരുന്നതിനും എത്രയോ നല്ലതാണ് സ്വന്തം ജീവിതത്തിൽ അവർക്ക് നിർണയാവകാശങ്ങൾ നൽകുന്നത്. കേരളത്തെ തിരികെ നടക്കാൻ അനുവദിക്കില്ല. തീരുമാനിക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങൾ തന്നെയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ RDX ഇവിടെ പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്.